തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ ബിനോയ് വിശ്വം എം വി ഗോവിന്ദനുമായി ചർച്ച നടത്തി. AKG സെന്ററിലെ ഫ്ളാറ്റിലെത്തിയാണ് CPM സംസ്ഥാന സെക്രട്ടറിയെ CPI സംസ്ഥാന സെക്രട്ടറി കണ്ടത്. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഇരു പാർട്ടികളുടെയും യോഗം ചേരുന്നതിന് മുന്നോടിയായിരുന്നു കൂടിക്കാഴ്ച. AKG സെന്ററിൽ നിന്ന് വീണ MS-ഉം MN സ്മാരകത്തിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും ഒപ്പം ചേരും. ആദ്യം വീണ MS-ലേക്ക്. വീണ, കനത്ത തോൽവി, പ്രതീക്ഷിച്ചതിലും അപ്പുറം. അതിനുശേഷം ബിനോയ് വിശ്വം ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. എം വി ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വൈകിയെങ്കിലും ബിനോയ് വിശ്വത്തിന് തിരിച്ചറിവുണ്ടായി എന്ന് വേണോ മനസ്സിലാക്കാൻ, അതോ നാളെ LDF-ന്റെ യോഗം ചേരാനിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? അതിനു മുന്നോടിയായി തമ്മിൽ കണ്ട് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന പതിവ് ചോദ്യം ചോദിക്കുകയായിരുന്നു പരസ്പരം. തീർച്ചയായും കൃഷ്ണരാജ്, അപ്രതീക്ഷിത തിരിച്ചടി എന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ AKG സെന്ററിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് നേതാക്കളും അടക്കം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു തിരിച്ചടിയാണ് നൽകിയെന്നാണ് പൊതുവിൽ നേതാക്കൾക്കിടയിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ളൊരു ചർച്ച തന്നെ ഇന്ന് ചേരുന്ന ഈ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകും. ഈ യോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാമെന്നാണ് നേതാക്കൾ പ്രതികരിച്ചത്. ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണത്തിന് മിക്ക നേതാക്കളും തയ്യാറായിട്ടുമില്ല. കാരണം ശബരിമല സ്വർണ്ണ കവർച്ചയും അതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമവും ഭരണവിരുദ്ധ, അതായത് ജനവിരുദ്ധ ആയിട്ടുള്ള ഭരണ വികസനങ്ങളടക്കം CPM-ന് വലിയ തിരിച്ചടി, CPM-നും CPI-ക്കും വലിയ തിരിച്ചടി ഉണ്ടായെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. രണ്ട് പാർട്ടികളുടെ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് യോഗവും ചേരുന്നുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് രാവിലെ CPI സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ബിനോയ് വിശ്വവും MV ഗോവിന്ദനും ഈ AKG സെന്ററിന്റെ ഫ്ളാറ്റിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഇന്ന് നേതാക്കളുടെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരാനിടയുണ്ട്. അതായത് താഴെത്തട്ടിലുള്ള ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പാർട്ടികളുടെയും പൊതുവിലുള്ളൊരു ജനപ്രീതി നഷ്ടപ്പെട്ടു, പൊതുജനങ്ങൾക്കിടയിലുള്ള പൊതുസമ്മതി നഷ്ടപ്പെട്ടു എന്ന വിലയിരുത്തലാണ് രണ്ട് നേതാക്കളും പങ്കുവച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി നടന്ന ഒരു സെമി തിരഞ്ഞെടുപ്പാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ്. വലിയ പ്രതീക്ഷയോടുകൂടി കണ്ട തിരഞ്ഞെടുപ്പാണ്. ഭരണ തുടർച്ച തിരുവനന്തപുരം നഗരസഭയിലടക്കം ലഭിക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെയാണ് മിക്ക നേതാക്കളും ഇതിനു മുന്നോടിയായി തന്നെ വച്ചിരുന്നത്. എന്നാൽ വലിയ തരത്തിലുള്ള തിരിച്ചടി മിക്ക കേന്ദ്രങ്ങൾ, അതായത് CPM-ന്റെ കോട്ടകളിലൊക്കെ നഷ്ടപ്പെട്ടൊരു സാഹചര്യം, ഒപ്പം തന്നെ ആ ഒരു ജനവിരുദ്ധ വികാരം മൊത്തത്തിൽ അലയടിച്ചു നിൽക്കുന്നു എന്ന തിരിച്ചറിവുണ്ട്. ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടി ഇത്തരത്തിലുള്ള ഒരു പ്രതിഫലനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും പാർട്ടിക്ക് കേരളത്തിൽ തിരിച്ചു വരാൻ സാധിക്കില്ല എന്നാണ് നേതാക്കൾക്കിടയിലുള്ള ഒരു ആശങ്ക. ആ ആശങ്ക നിലനിർത്തി തന്നെയാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ചേരുന്നത്. വീണയിലേക്ക് വരാം. പ്രശാന്ത് ശങ്കരമംഗലത്ത് CPI ആസ്ഥാനത്ത് നിന്ന് ഒപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, അവിടെയാണ് ബിനോയ് വിശ്വം പറഞ്ഞത് പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ്, എല്ലാ സാഹചര്യവും പരിശോധിക്കും, ഒപ്പം ശബരിമല വിഷയമടക്കം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നിയമസഭയിലേക്ക് ഇനി കുറച്ചു കാലം മാത്രമാണ് ബാക്കിയുള്ളത്. ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും, ശക്തമായി തിരിച്ചു വരും. മാത്രമല്ല, MM മണിയുടെ അധിക്ഷേപത്തിനുള്ള മറുപടി എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് CPM-ന് പരോക്ഷമായെങ്കിലും ഒരു കൊട്ടു കൊടുക്കുന്നോ ബിനോയ് വിശ്വം? കൃഷ്ണരാജ്, അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുതലൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയമടക്കം ചർച്ച ചെയ്തൊരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ ചർച്ച ചെയ്യാനുള്ളൊരുങ്ങിയാണ് CPI എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മുമ്പാണ് ഈ MV ഗോവിന്ദനുമായൊരു കൂടിക്കാഴ്ച ബിനോയ് വിശ്വം നടത്തുന്നത്. അങ്ങനെ ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നു. അതായത് CPM-നെ വല്ലാതെ ഉലച്ചിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം വന്നിരിക്കുന്നത്. കനത്ത പരാജയമാണ് CPI-യെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിരിക്കുന്നത്. ഇത് ഈ പരാജയത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് CPI കൂടുന്നത്. ഇതിൽ ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്തും. കാരണം ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. മാത്രമല്ല, തിരിച്ചു വരും എന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുമ്പോൾ, അതായത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളുമായിട്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുന്നോട്ട് കടക്കുകയും ചെയ്യും. അങ്ങൊരു സാഹചര്യം നിലനിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്രമായ രീതിയിലൊരു വിശകലനം നടത്തുമെന്നാണ് CPI പറയുന്നത്.
അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് പരാജയത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം വികാരമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശബരിമല എത്തരത്തിൽ ഇതിനെ ഒരു സ്വാധീനിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആണ് ഇനിയിപ്പോൾ ഈ CPI അതായത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആണ് ഇനി ഇത്തരത്തിൽ പാർട്ടി അന്വേഷിക്കാൻ നോക്കുന്നത്, ശ്രമിക്കാൻ നോക്കുന്നത്. എന്തായാലും ആ വിഷയങ്ങളിലെല്ലാം ഇപ്പോൾ ഒരു പരിശോധനകൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ നേതാക്കളും ഈ എം.എൻ സ്മാരകത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ അനിൽ ഭക്ഷ്യമന്ത്രി അനിൽ ഇപ്പോൾ എം.എൻ സ്മാരകത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേതാക്കൾ എല്ലാവരും എത്തുന്നു, മന്ത്രിമാരെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു മിനിറ്റ് നേരെ നോക്കിയാൽ എന്താണ് നമ്മള് ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു തോൽവിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ എന്താണ് വീഴ്ച പറ്റിയെന്നാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്? തോൽവി നന്നായി പഠിക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ കൂടാൻ പോകുന്നത്. ഇന്നു മുതൽ താഴോട്ടുള്ള വിവിധ തലങ്ങളിൽ പാർട്ടിയും LDFും തോൽവിയെ സംബന്ധിച്ച് നന്നായി പഠിക്കാനും അതിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ശൈലിയിലേക്ക് നമ്മൾ നീങ്ങും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. തോൽവി ഇപ്പം പരിശോധിച്ചാൽ സൂക്ഷ്മമായി താഴെ അറ്റത്ത് പരിശോധിക്കാൻ ഓരോ വാർഡും ഓരോ പ്രദേശവും എടുത്ത് പരിശോധിക്കും. ഇപ്പം ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ തോൽവി ഉണ്ടായിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ റിസൾട്ട് LDFിന് അനുകൂലമായിട്ടാണ്. എന്നാൽ ഗ്രാമപഞ്ചായത്തിലേക്കും മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കും വാർഡുകളിലേക്ക് പോയാൽ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ കാണാം. ഞാനൊരു ഉദാഹരണം മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ 500-ന് താഴെ വോട്ട് ലഭിച്ച BJP വാർഡുകളും കോൺഗ്രസ് വാർഡുകളും. BJP 500-ന് താഴെ വോട്ട് ലഭിക്കുന്ന സ്ഥലത്ത് BJP ജയിക്കുന്നു. ഇതെന്താണെന്ന് പഠിച്ചാൽ കോൺഗ്രസ് നഗരസഭയുടെ ഭരണം BJPയുടെ കയ്യിലെത്തിച്ചത് കോൺഗ്രസ് ആണെന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാം പഠിച്ചതിന് ശേഷം മറുപടി പറയാം. അതിനപ്പുറത്തേക്ക് മറ്റ് വിഷയങ്ങൾ വന്നല്ലോ. അപ്പോൾ CPMന്റെ മുതിർന്ന നേതാക്കളടക്കം ശബരിമല സ്വർണ്ണക്കൊള്ളയിലൊക്കെ ജയിലിൽ കിടക്കാൻ ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം ഈ ജനങ്ങൾക്ക് കത്തെഴുതി ചോദിക്കുന്നത് എന്താണ്? ജനങ്ങളെ ഇത്ര കാലം ഇതുവരെ ഇല്ലാത്തൊരു ശൈലിയാണ്. അതെന്താണെന്ന് അത് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കേണ്ട ഒരു ശൈലിയാണ്. ഇതുവരെ ഇല്ലാത്തൊരു ശൈലിയാണ്. അത് ഗുണം ചെയ്യുമെന്ന് ഓർമ്മ. ഏതായാലും പരാജയം എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ നഗരസഭയിലെ ഉദാഹരണം പറയുകയാണ്. അതായത് കോൺഗ്രസ് BJPക്ക് വോട്ടുമറിച്ചു, ചിലയിടങ്ങളിൽ തിരിച്ചുണ്ടായി എന്ന പതിവ് ന്യായീകരണം പറഞ്ഞുകൊണ്ട് മന്ത്രി അകത്തേക്ക് പോവുകയാണ്. അപ്പോഴും ഈ പരാജയത്തിൻ്റെ ആഴം പഠിച്ചു പറയാം എന്നാണ് പറയുന്നത്. ഇന്നു മുതൽ ഞങ്ങൾ പഠിച്ച് നടപ്പിലാക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ അതിന് വലിയൊരു അർത്ഥമുണ്ട്. അതായത് പരാജയം വലിയ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. നിയമസഭയിലേക്ക് അധിക അകലം ഇനിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന്. പ്രശാന്തിലേക്ക് തന്നെ പോവുകയാണ്. പ്രശാന്ത്, അതായത് മന്ത്രി പറയുന്നുണ്ട് ഇന്നു മുതൽ ഞങ്ങൾ പഠിച്ചു തുടങ്ങുന്നു എന്ന്, തിരുത്താൻ ശ്രമിച്ചു തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അതിനർത്ഥം വലിയ പരാജയത്തിൻ്റെ ക്ഷീണം ആ മുഖത്തുണ്ട്, അത് തിരിച്ചറിയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്കപ്പുറം നിൽക്കെ ഈ പരാജയം താങ്ങാനാവാത്തതാണെന്നും ഇനി ഒരു നിമിഷം വെറുതെ ഇരുന്നാൽ വലിയ അടി ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവല്ലേ ആ വാക്കുകളിൽ നിറയെ കേട്ടത്? കൃഷ്ണ, തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്ഷീണം അത് CPMനെ പോലെ തന്നെ CPIയും വലിയ രീതിയിൽ അലട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ വലിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് ഈ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആഴത്തിൽ ഈ വിഷയം പഠിക്കും. ഏതൊക്കെ ഘടകങ്ങൾ സംഭവിച്ചിരിക്കുന്നു, എങ്ങനെ ഈ തോൽവിക്ക് ഇത്ര വലിയൊരു ആഘാതം ഉണ്ടാകാൻ കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ആഴത്തിലൊരു പഠനം നടത്തും. അതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് അടക്കം ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു, ഇത്തരത്തിലുള്ള പരാജയം എങ്ങനെ സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കും എന്നത് അടക്കമാണ് ഇപ്പോൾ മന്ത്രി അനിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ്
കോൺഗ്രസ് BJP ബന്ധമാണ്, BJPക്ക് വോട്ട് കൂടുന്നത് ഒരു കോൺഗ്രസ് ആണ് ഒരു ഘടകമായത് എന്നതടക്കമുള്ളൊരു ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയം CPI-യെയും CPM-നെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഇനി തെരഞ്ഞെടുപ്പ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ജനഹിതം എതിരായതോടുകൂടി തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിലും, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഒരു ആശങ്കയും അങ്കലാപ്പും എല്ലാമാണ് മന്ത്രി GR അനിൽ അടക്കമുള്ളവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇന്ന് ഈ CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇവിടെ MN സ്മാരകത്തിൽ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. നേതാക്കൾ ഓരോരുത്തരും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. എന്തായാലും ഈ വിഷയങ്ങളടക്കം പരാജയത്തിൻ്റെ കാരണം എങ്ങനെയെല്ലാമാണ് ഇത്തരത്തിലുള്ളൊരു വലിയ തിരിച്ചടി ഉണ്ടായത്, തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഓരോ സമയത്തും ഇത്തരത്തിലൊരു പരാജയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാജയഭീതി CPM-ൻ്റെ മുഖത്തോ അല്ലെങ്കിൽ CPM-ൻ്റെ നേതാക്കളിൽ നിന്നോ ഉണ്ടായിരുന്നില്ല. വലിയ പ്രത്യാശയിലും പ്രതീക്ഷയിലുമായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അതായത് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ടുകളോടുകൂടി തന്നെ ഈ നഗരസഭാ ഭരണം പിടിക്കുമെന്നതടക്കമുള്ളതായിരുന്നു ഈ CPM നേതാക്കൾ പറഞ്ഞതെങ്കിൽ ജനഹിതം വന്നതോടുകൂടി തന്നെ ഇത് അപ്പാടെ മാറി മറിയുന്നൊരു സാഹചര്യമുണ്ടായി. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയവുമായി BJP സംസ്ഥാനത്ത് നഗരസഭയുടെ, അതും തലസ്ഥാന നഗരിയിലെ നഗരസഭയുടെ ഭരണം പിടിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. BJP-യെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തും, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഈ നഗരസഭയിൽ നിന്ന് അകറ്റി നിർത്തും എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിനെ CPM നേരിട്ടെങ്കിൽ ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നത്, ജനങ്ങൾ അനുകൂലമായി നിൽക്കുന്നത്, ജനങ്ങളുടെ മനസ്സ് BJP-ക്കൊപ്പം നിൽക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല, ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പേക്കാൾ കൂടുതൽ സീറ്റുകളോടുകൂടി തന്നെയാണ് ഈ നഗരസഭയിൽ BJP അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു വലിയ വിജയം, BJP-യുടെ വലിയ വിജയം ഉണ്ടായിരിക്കുന്നു. ആ വിജയത്തെയാണ് ഇപ്പോൾ CPM-നും CPI-ക്കും ഒരുപോലെ തിരിച്ചടി, ഇടതുമുന്നണിക്ക് ഒരുപോലെ തിരിച്ചടി നേരിടുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്ന് ഇതുവരെ മുക്തരായിട്ടില്ല എന്ന് വേണം ഈ നേതാക്കളുടെ എല്ലാം ശാരീരിക ഭാഷ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തോൽവിയും പരാജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള അവലോകനം ഇപ്പോൾ നടക്കും. അതിനുശേഷമായിരിക്കും നേതാക്കൾ പ്രതികരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഈ വിശദമായി ആഴത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ഒരുങ്ങുകയാണ് CPI-യും അതോടൊപ്പം തന്നെ CPM ഒരിടത്ത് CPI മറ്റൊരിടത്ത് യോഗം ചേരുന്നു. എന്തുകൊണ്ട് തോറ്റു എന്നതിൻ്റെ ഉത്തരം തേടുന്നതിൻ്റെ തുടക്കമാണ് ഇതെന്ന് അവർ പറയുന്നു. ഏതായാലും നാളെ LDF യോഗം ചേരുന്നുണ്ട്. വിശദമായി തന്നെ പഠിക്കുന്നു, തിരുത്തുന്നു എന്നൊക്കെ അവർ അവകാശപ്പെടുമ്പോഴും ഏറ്റ തിരിച്ചടി മറച്ചുവെക്കാൻ വോട്ട് മറിച്ചു കൊടുത്തു എന്ന പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് നേതാക്കൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്തും.